ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ മണിക്കൂറുകളെടുത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നെറ്റിപ്പട്ടം. ഇതാണ് ഐറ്റം. ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് എന്നെല്ലാമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം ഒരു കിറ്റായിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മളത് പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാമാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു റെഡ് വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ച് ഏകദേശ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. ഈ കട്ട് ചെയ്തെടുത്ത സാധനത്തിന്റെ മുകളിലേക്ക് ഒരു ഗോൾഡ് ക്ലോത്ത് ഒട്ടിച്ചു വെക്കും. ഈ ഗോൾഡ് വെക്കുന്നതിന്റെ ഉദ്ദേശം ഈ മുത്തുകളെല്ലാം ഗോൾഡ് കളറാണല്ലോ, അപ്പോൾ അത് തെളിഞ്ഞ് അല്ലെങ്കിൽ അതിനിടയിലുള്ള ഗ്യാപ്പുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഭംഗി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഗോൾഡ് മെറ്റീരിയൽ അവിടെ ഒട്ടിക്കുന്നത്. അങ്ങനെ സ്വർണത്തിൽ പൊതിഞ്ഞ നമ്മുടെ നെറ്റിപ്പട്ടത്തിന്റെ ഷേപ്പ് കണ്ടോളൂ. ഇനി ഈ തങ്കത്തിന്റെ മേലെ തങ്കക്കട്ടകൾ ചുമ്മാ പെറുക്കി വെച്ചാൽ പോരാ, അതിനെല്ലാം കൃത്യമായ അളവുകളും സ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആള് കുക്കുവാണ്. അവൾക്കേ ഇതിനെക്കുറിച്ച് ധാരണയുള്ളൂ. ഇനി കുക്കുനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു കുഞ്ഞിക്കൈ വരും. ആ കുഞ്ഞിക്കൈയുടെ ഉടമയാണ് ഞങ്ങളുടെ അല്ലുക്കുട്ടി. കുക്കുവിന്റെ ഒരു ചുഞ്ഞ് ഹെൽപ്പറാണ് അല്ലുക്കുട്ടി. ഇപ്പൊ കുക്കു അടുക്കി വെച്ചിരിക്കുന്നതാണ് പഞ്ചഭൂതങ്ങൾ. നെറ്റിപ്പട്ടത്തിലെ പഞ്ചഭൂതങ്ങളാണ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ 5 മുത്തുകൾ. ആളൊരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ അളവിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. കൃത്യമായ അളവിലെ അവൾ ചെയ്യും. ഞങ്ങളുടെ നെറ്റിപ്പട്ടം മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത കാര്യമാണ് ഈ അളവെടുക്കുന്നത്. എല്ലാം ഒരേ അളവിൽ ഇരുന്നാലേ ആ നെറ്റിപ്പട്ടത്തിന് ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഓരോന്നോരോന്നായി ഒട്ടിച്ചു തുടങ്ങാം. എല്ലാത്തിൻ്റെയും സ്ഥാനം അറിയാം. ഇപ്പൊ പറഞ്ഞ പഞ്ചഭൂതങ്ങളുടെ താഴെ ഇരിക്കുന്ന കുഞ്ഞുമുത്താണ് പാർവതി. പാർവതിയുടെ വലതുവശത്ത് ലക്ഷ്മിയും ഇടതുവശത്ത് സരസ്വതിയും. ഈ സെൻട്രൽ ഇരിക്കുന്നതാണ് ത്രിമുഖങ്ങൾ, അതായത് നമ്മുടെ ത്രിമൂർത്തികൾ: വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ. താഴെ കാണുന്ന ചന്ദ്രക്കല പോലെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് ചന്ദ്രബിംബങ്ങൾ. ഈ ചന്ദ്രബിംബങ്ങൾ നെറ്റിപ്പട്ടത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിന്റെ എണ്ണവും കൂടും. പക്ഷെ അത് അറേഞ്ച് ചെയ്യുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്കായിരിക്കും. ഏറ്റവും മേളിൽ വലുതും ഏറ്റവും താഴേക്ക് വരുന്നതനുസരിച്ച് ചെറുതായി ചെറുതായി വരും. അങ്ങനെ നെറ്റിപ്പട്ടത്തിലെ മെയിൻ ആൾക്കാരെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മളിനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒട്ടിക്കും. അത് പിന്നെ വലിയ പാടില്ലാത്ത പണിയായിരുന്നു. ഈ 2 കൈകളുടെ അവകാശിക്ക് പിറ്റേന്ന് രാവിലെ പാലക്കാടിന് പോകേണ്ടതായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കൂടെ ഇത് ഒട്ടിക്കാൻ കാണിച്ച ഇവളുടെ മനസ്സിനെ അഭിനന്ദിക്കണ്ടേ? അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞില്ലേ, മോശമാവില്ലേ? അങ്ങനെ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതിയുടെയും ചുറ്റുമുള്ള മുത്തുകളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ത്രിമുഖത്തിൽ നമ്മൾ കൊട്ടിക്കാം. അതിനു ചുറ്റും നല്ല ഭംഗിയായി തന്നെ മുത്തുകളെല്ലാം ഒട്ടിച്ചു തീർത്തു. ഇതാദ്യമായിട്ടല്ല ഞങ്ങൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സൈസ് ഇച്ചിരി ചെറുതായിരുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇവിടുന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് പോയ വണ്ടിയിൽ ഗുരുദേവന്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു. അതും നിർമ്മിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഈ നിർമ്മാണ പ്രക്രിയയിൽ പങ്കുചേരാനായിട്ട് അമ്മയും അപ്പച്ചിയും അമ്മച്ചിയും എല്ലാവരും വന്നിരുന്നു. ഷോപ്പിൽ പോയൊരു നെറ്റിപ്പട്ടം വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര റേറ്റാണ്. ഞങ്ങളൊരു കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ അതേ സൈസിലെ നെറ്റിപ്പട്ടത്തിന് 7000 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കിത് ഏകദേശം 14,000 രൂപയിൽ നിന്ന് കിട്ടും. അതിൽ കൂടെ നമ്മുടെ കഷ്ടപ്പാടും ഉണ്ട്. അപ്പം 4000 രൂപ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കവിടെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കും ഇതുപോലൊരെണ്ണം ഉണ്ടാക്കാം. നിങ്ങളും ശ്രമിച്ചു നോക്കൂ. എന്താ ഭംഗിയല്ലേ കാണാൻ. ഒട്ടിച്ചു തീരുമ്പോഴും ഇതേ ഭംഗി കാണണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം
ആ കുരുപ്പ് ഞങ്ങൾ അവിടെ അടുക്കി വെച്ചിരുന്ന എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അവിയൽ പരുവാക്കി. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒട്ടിക്കുന്നതിനിടയിലും അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കണ്ണു പിടിക്കാൻ കുക്കു സമയം കണ്ടെത്തിയിരുന്നു. വാവ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ നെറ്റിപ്പട്ടത്തിന്റെ നിർമ്മാണം ഏകദേശം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവസാനമായപ്പോൾ സമയം വൈകിയതോടുകൂടി പോകേണ്ട ധൃതിയിൽ അപ്പച്ചിയും വന്ന് ചപ്രം ചിപ്രം ഒട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ മുത്തും ഒട്ടിച്ചു തീർന്നു. മുത്തേ ഒട്ടിച്ചു തീർന്നുള്ളൂ, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയാണ് വലിയ പരിപാടി. പല പല വീഡിയോസ് കണ്ടാൽ നമ്മളും ഇതുണ്ടാക്കാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഉണ്ടാക്കൂ. ഇതിന് ചുറ്റുമുള്ള തോരണം കണ്ടിട്ടില്ലേ? അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ആ നൂല് ചുറ്റുന്നത്. അപ്പോൾ ഈ നൂല് 9 വട്ടം ചുറ്റിയിട്ട് നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കും. ഈ സെപ്പറേറ്റ് ചെയ്തെടുത്ത ഈ നൂല് നമ്മൾ വേറൊരു നൂലിനകത്തേക്ക് ഇതുപോലെ കോർത്ത് കെട്ടും. ഇതെങ്ങനെയാ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് വീഡിയോ എടുക്കാനല്ലേ അറിയൂ, എല്ലാ കഴിവുടെ ദൈവം ഒരാൾക്ക് തരില്ലല്ലോ. നമ്മളിപ്പോൾ ചുറ്റിയ ആ 9 വട്ടം ചുറ്റിയ നൂല് ഒരേ കളറിലത് 7 എണ്ണം വെച്ച് ഇതുപോലെ കെട്ടിവെക്കും. അങ്ങനെ പല കളറിൽ കെട്ടി ഒരു മാല പോലെ റെഡിയാക്കിയെടുത്ത സാധനമാണ് നമ്മൾ ഈ നെറ്റിപ്പട്ടത്തിന് ചുറ്റും ഒട്ടിക്കാൻ പോകുന്നത്. ഇത് ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പശയുടെ പേരാണ് ഫെവി ബോണ്ട്. അങ്ങനെ ചുറ്റും ഒട്ടിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടിയാണ് ഈ ബുക്കെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് കുഞ്ചലം, നെറ്റിപ്പട്ടത്തിന്റെ ഏറ്റവും താഴെ തൂങ്ങിക്കിടക്കുന്ന സാധനം. അങ്ങനെ നമ്മുടെ നെറ്റിപ്പട്ടം റെഡി ആയിരിക്കുന്നു. കണ്ടോ, കുക്കുവിന്റെ ഹൈറ്റിന്റെ ഏകദേശം ഉണ്ട്. ഇനി ഇത് ഭിത്തി കിടക്കുന്ന കുറച്ച് വ്യൂ ആയാലോ? കൊള്ളാല്ലേ? ഇനി നിങ്ങൾക്കും വീട്ടിലിതുപോലെ നെറ്റിപ്പട്ടം സ്വയം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ.